بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണവും ഭക്ഷണ രീതികളും വിഷയത്തെ ആവഹിച്ചുകൊണ്ട് ആസ്വാദനപൂർണം പറയാനാണെങ്കിൽ എത്രയോ മണിക്കൂറുകൾ പറയാനും ആലോചിക്കാനും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കമ്പയർ ചെയ്യാനും ഒക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ് നമ്മള് ഒരു ഗ്രന്ഥത്തിലൂടെ സഞ്ചരിക്കുകയാണല്ലോ. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തവരും ഔദ്യോഗികമായി പഠനം നടത്തിയവരും ഈ കിതാബ് തന്നെ പല പ്രാവശ്യം പഠിച്ചവരും ഒക്കെ ഉണ്ടാവും. എന്നാൽ എന്റെ അനുവാചകരോട് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതിന്റെ PDF ഉപയോഗപ്പെടുത്തി കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ കിതാബ് നോക്കിക്കൊണ്ട് തന്നെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഹദീസിന്റെ ഗ്രന്ഥമെങ്കിലും തുടക്കം മുതൽ ഒടുക്കം വരെ മുടങ്ങാതെ വരികളിലൂടെയും ആശയത്തിലൂടെയും സഞ്ചരിച്ചെന്ന് സമാധാനിക്കാൻ കുറെ ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പൊ ആ ഒരു ചിട്ടയിൽ തന്നെ കടന്നു പോകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ഖത്മുശ്ശമായിലിന്റെ കഴിഞ്ഞ മജ്‌ലിസുകളിലൊക്കെ ഉണ്ടായ ഒരു അനുഭവം കൂടി അതാണ്. പങ്കെടുത്ത പലരും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരധ്യായം പോലും ഒരു വരി പോലും നഷ്ടപ്പെടാതെ പൂർണ്ണമായും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഒരു ഗ്രന്ഥപാരായണം ഇതാണ് എന്ന് പറഞ്ഞവരുണ്ട്. അൽഹംദുലില്ലാഹ് ഓൺലൈനിലൂടെ ഈ ക്ലാസ് കേട്ട് ഇതിന്റെ ആത്മാവിനെ അറിഞ്ഞ് ഒപ്പം സഞ്ചരിക്കുന്ന ഒരുപാട് മുഹിബ്ബീങ്ങളുണ്ട്. കഴിഞ്ഞ അധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ചെരങ്ങയാണ് എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അത് മുമ്പുള്ള ഷമായിലിന്റെ ക്ലാസ്സുകളിലോ പ്രഭാഷണങ്ങളിലോ കേട്ട് ചില സ്ഥലത്തൊക്കെ ആതിഥ്യമരുളിയപ്പോൾ ചെരങ്ങയുടെ വ്യത്യസ്ത പലഹാരങ്ങളിൽ നിന്ന് സൽക്കരിച്ച് ആ ആശയത്തെ ഏറ്റുവാങ്ങിയ സഹോദരങ്ങൾ ഒരുപക്ഷെ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടാവും. അതിനെനിക്ക് വലിയ ശ്രദ്ധയോടെ ഓർമ്മയുള്ളത്, ഒരിക്കലൊരു വീട്ടിൽ ചെന്നപ്പോ സ്വീകരിക്കാൻ തന്നത് ചെരങ്ങന്റെ പായസം. പിന്നെ അന്ന് അവിടെ സ്റ്റേ ചെയ്തിരുന്നു. അന്ന് തന്ന ഭക്ഷണത്തിലും പിറ്റേന്നൊരുക്കിയ ഭക്ഷണത്തിലും എല്ലാം വ്യത്യസ്ത രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തി. അവരത് സ്നേഹത്തോടെ പറയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന നിലക്ക് ഞങ്ങളിത് തിരഞ്ഞെടുത്ത് വ്യത്യസ്ത രൂപത്തിൽ പാചകം ചെയ്തു തന്നതാണ്. അൽഹംദുലില്ലാഹ് സുന്നത്തുകളെ ഒക്കെ പാലിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം മാനസികമായി പല വിചാരങ്ങളിലേക്കും ആളുകൾ വഴിമാറുന്ന കാലത്ത് എന്റെ എല്ലാമെല്ലാമായ റോൾ മോഡൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് മനസ്സിലാക്കി അവിടുത്തെ ഇഷ്ടം പരിഗണിച്ച് ഇഷ്ടം വെക്കുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കാണിച്ചെന്നാണല്ലോ. ഉമ്മമാർക്കൊക്കെ പ്രയോഗിക്കാൻ പറ്റും, ശീലിക്കാൻ പറ്റും. എന്നാൽ മൂല്യങ്ങളെ മറന്ന് അത് മാത്രമാകാൻ പാടില്ല. മഹബത്തിന് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. അത് അതിന്റെ മഹിമയിൽ കാണുകയും വേണം. ഇന്ന് നാം പാരായണം ചെയ്യുന്നത് ബാബു മാ ജാഅ ഫീ സിഫത്തി വുളൂഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻദ ത്വആമി. ഭക്ഷണ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗസ്നാനം. ഹദീസുകളിൽ
നാം വായിക്കാൻ പോകുന്ന ഹദീസുകളിൽ വുളു രണ്ടർത്ഥത്തിൽ വരും. കൈ കഴുകി എന്നതിനും വരും, വുളു എടുത്തു എന്നതിനും വരും. അപ്പൊ സന്ദർഭോചിതമായി അതിന്റെ പ്രയോഗങ്ങൾക്ക് സാരങ്ങൾ വ്യത്യാസപ്പെടും. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ശ്രദ്ധിക്കാൻ. حدثنا أحمد بن منيع حدثنا إسماعيل بن إبراهيم عن أيوب عن ابن أبي مليكة عن ابن عباس رضي الله عنه وعنهم أن رسول الله صلى الله عليه وسلم خرج من الخلاء. തങ്ങൾ വാഷ്റൂമിൽ നിന്ന് പുറത്തു വന്നു. فقرب إليه الطعام, ഭക്ഷണം നൽകപ്പെട്ടു. فقالوا ألا نأتيك بوضوء, വെള്ളം കൊണ്ടുവരട്ടെയോ, വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവരട്ടെയോ. അലാ തതവല്ല, വുളു എടുക്കുന്നില്ലേ? ഖാല ഇന്നമാ ഉമിർതു ബിൽ വുളൂഇ ഇദാ ഖുംതു ഇല സ്വലാത്തി. വുളു എടുക്കാൻ കൽപ്പിക്കപ്പെട്ടത് നിസ്കരിക്കാൻ നേരല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ നിസ്കാരത്തിന് വേണ്ടിയുള്ള വുളുവും സാധാരണയുള്ള അംഗസ്നാനവും ഇത് തമ്മിലുള്ള വ്യത്യാസം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരായത്തിന്റെ ആശയത്തിലേക്ക് കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രയോഗത്തിലൂടെ സൂചിപ്പിച്ചത്. കഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലിമ മിനസ് സായിലി, ചോദ്യകർത്താവിൽ നിന്ന് അയാളുടെ ധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞതുപോലെയുണ്ട്. എന്താണ്? ഇഅ്തിഖാദു വുജൂബിൽ വുദൂഇ ശർഇയ്യി ഖബ്ല അത്ത്വആമി, ഭക്ഷണത്തിന് മുമ്പ് നിസ്കാരത്തിന് എടുക്കുന്നത് പോലെയുള്ള വുദൂ അഥവാ അംഗസ്നാനം ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് ചോദിച്ചതുപോലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. ഫനഫാഹു അലാ തരീഖിൽ അബ്ലഗി, അതുകൊണ്ട് ഏറ്റവും ആശയപൂർണമായ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. ഹൈസു അതാബി അദാത്തിൽ ഹസ്രി, നിസ്കാരത്തിനല്ലേ വുദൂ എടുക്കേണ്ടതുള്ളൂ എന്ന് ക്ലിപ്തപ്പെടുത്തി പറയുന്നതോടെ കാര്യം കൂടുതൽ ബോധ്യമായി. വസ്നദൽ അംറ ഇലൈഹി തആല, അല്ലാഹുവിന്റെ കൽപ്പനയുടെ വാചകത്തിലേക്ക് ചേർത്ത് പ്രയോഗിക്കുകയും ചെയ്തു. حدثنا سعيد بن عبد الرحمن المخزومي حدثنا سفيان بن عيينة عن عمرو بن دينار عن سعيد بن عويرث عن ابن عباس قال خرج رسول الله صلى الله عليه وسلم من الغائط فأتي بطعام. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഷ്റൂമിൽ നിന്ന് വന്നു. അപ്പോൾ ഭക്ഷണം ഹാജരാക്കപ്പെട്ടു. തങ്ങളോട് ചോദിച്ചു, അലാ തവല്ല, വുളു എടുക്കുന്നില്ലേ? ഫഖാല ഉസല്ലി ഫതവല്ല, ഞാൻ എന്താ നിസ്കരിക്കാൻ പോവാ, വുളു എടുക്കാൻ. حدثنا يحيى بن موسى حدثنا عبد الله بن نمير حدثنا قيس بن الربيع وحدثنا قتيبة قال حدثنا عبد الكريم بن محمد الجرجاني عن قيس بن الربيع عن نبي هاشم عن زادان عن سلمان قال قرأت في التوراة, തൗറാത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഇന്ന ബറക്കത്ത ത്വആമി അൽ വുദൂഉ ബഅദഹു, ഭക്ഷണത്തിന്റെ ബറക്കത്തിരിക്കുന്നത് അതിനുശേഷം അംഗസ്നാനം ചെയ്യുമ്പോഴാണ് അഥവാ കൈ കഴുകുമ്പോഴാണ് എന്ന് ഞാൻ തൗറാത്തിൽ വായിച്ചിട്ടുണ്ട്. ഫദക്കർതു ദാലിക ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. വഅഖബർതുഹു ബിമാ ഖറഅതു ഫി തൗറാത്തി, തൗറാത്തിൽ വായിച്ചത് ഞാൻ അവിടുത്തോട് അറിയിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബറക്കത്തു തആമി അൽ വുദൂഉ ഖബ്ലഹു വൽ വുദൂഉ ബഅദഹു, ബറക്കത്തുള്ള ഭക്ഷണം, ഭക്ഷണത്തിനുള്ള ബറക്കത്ത് മുമ്പും ശേഷവും കൈ കഴുകുമ്പോഴാണ്. ഇവിടെയുള്ള വുദൂഇന്റെ ഉദ്ദേശം ഗസ്ലുൽ യദൈനി, കൈ കഴുകലാണ്.
അവ ഇസ്തിലാഹിയായ ശർഈയായ ഉളൂ അല്ല. ബാബു മാ ജാ ഫീ ഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല അത്ത്വാമി, ഭക്ഷണത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നത്. حدثنا قتيبة حدثنا بن لهيعة عن يزيد بن أبي حبيب عن راشد بن جندل اليافعي عن حبيب بن أوس عن أبي أيوب الأنصاري رضي الله عنه قال كنا عند النبي صلى الله عليه وسلم يوما, ഞങ്ങൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലായിരുന്നു. فقرب إليه طعام, ഭക്ഷണം ഹാജരാക്കപ്പെട്ടു. فلما رأى طعاما كان أعظم بركة منه أول ما أكلنا ولا أقل بركة منه في آخره, തുടക്കത്തിൽ ഇത്രത്തോളം അനുഗ്രഹമുള്ള ഒരു ഭക്ഷണവും ഒടുക്കത്തിൽ ബറക്കത്ത് കുറഞ്ഞ ഒരു ഭക്ഷണവും വേറെ ഞാൻ കണ്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഖുൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചോദിച്ചു എന്താണ് തങ്ങളെ അങ്ങനെ പറയാൻ കാരണം? കൈഫ ഹാദാ, അതെങ്ങനെ? ഖാല ഇന്നാ ദക്കർന ഇസ്മല്ലാഹി തആല ഹീന അക്കൽനാ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചപ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലി. സുമ്മ ഖഅദ മൻ അക്കല വലം യുസമ്മില്ലാഹ തആല, ബിസ്മി ചൊല്ലാത്ത ഒരാൾ പിന്നെ അവസാനം വന്ന് നമ്മളെ കൂടെ ഇരുന്ന് കഴിച്ചു. ഫഅക്കല മഅഹു ശൈത്വാനു, അയാളോടൊപ്പം പിശാചും കഴിച്ചു. അപ്പൊ തുടക്കം നന്നായി, ഒടുക്കം ബറക്കത്ത് കുറഞ്ഞുപോയി, ബിസ്മി ചൊല്ലാതെ ഒരാൾ കൂടിയത് കൊണ്ട് പിശാചിന്റെ സാന്നിധ്യമുണ്ടായി. അത് പ്രതീകാത്മകവുമാകാം യഥാർത്ഥത്തിലുമാകാം. അത് ശാരിഹീങ്ങൾ പറയുന്നുണ്ട്, ഹഖീഖത്തൻ കമാ ദല്ല അലൈഹി കലാമുൽ ജുംഹൂരി ലിംകാനിഹി അഖ്ലൻ വശർഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഒപ്പമിരുന്ന് ആളുകളോടൊപ്പം ഭക്ഷണം കഴിക്കും. അവിടുത്തെ വിനയം, ഇതെല്ലാം ഈ ഹദീസിൽ നിന്ന് പഠിക്കാനുള്ളതാണ്. حدثنا يحيى بن موسى حدثنا أبو داود حدثنا هشام الدستوائي عن بدير الوقيلي عن عبد الله بن عبيد بن عمير عن أم كلثوم عن عائشة رضي الله عنها وعنهم قالت قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇദാ അക്കല അഹദുക്കും ഫനസിയ അൻ യദ്കുറ അല്ലാഹ തആല അലാ തുആമിഹി, നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിച്ചു ബിസ്മി ചൊല്ലാൻ മറന്നുപോയാൽ ഫല്യഖുൽ ബിസ്മില്ലാഹി അവ്വലഹു വആഖിറഹു എന്ന് പറയട്ടെ. حدثنا عبد الله بن الصباح الهاشمي البصري حدثنا عبد الأعلى عن معمر بن هشام بن عروة عن النبي عن عمر بن أبي سلمة أنه دخل على رسول الله صلى الله عليه وسلم وعنده طعام. ബഹുമാനപ്പെട്ട ഉമർ ബിൻ സലമ എന്നവര് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നപ്പോൾ അവിടെ ഭക്ഷണമുണ്ട്. ഫഖാല ദുനു യാ ബുനയ്യ ഫസമ്മില്ലാഹ തആല, അടുത്തോട്ടിരിക്കുമോനെ ബിസ്മി ചൊല്ലൂ എന്ന് പറഞ്ഞു. വകുൽ ബിയമീനിക, വലത് കൈ കൊണ്ട് കഴിക്കൂ. വകുൽ മിമ്മാ യലീക, പാത്രത്തിൽ നിന്ന് നിങ്ങളോട് അടുത്ത ഭാഗത്ത് നിന്ന് നിങ്ങൾ കഴിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. حدثنا محمود بن غيلان حدثنا أحمد الزبيري حدثنا سفيان الثوري عن أبي هاشم عن إسماعيل بن رياح عن رياح بن عبيدة عن أبي سعيد الخدري قال كان رسول الله صلى الله عليه وسلم إذا فرغ من طعامه قال الحمد لله الذي أطعمنا وسقانا وجعلنا من المسلمين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയായിരുന്നു, അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനാ വസഖാനാ, ഞങ്ങൾക്ക് അന്നപാനീയങ്ങൾ നൽകിയ അല്ലാഹുവിന് സർവസ്തുതിയും ഞങ്ങളെ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തിയ റബ്ബിന്. حدثنا محمد بن بشار حدثنا يحيى بن سعيد حدثنا ثور بن يزيد عن حدثنا خالد بن معدان النبي أمامة قال كان رسول الله صلى الله عليه وسلم إذا رفعت المائدة من بين يديه
അവിടുത്തെ മുന്നിൽ നിന്ന് സുപ്ര ഉയർത്തപ്പെട്ടാൽ അഥവാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ യഖൂലു അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ ഗൈറ മുവദ്ദഇൻ വലാ മുസ്തഗ്നൻ അൻഹു റബ്ബുനാ. അല്ലാഹുവേ, സർവസ്തുതിയും നിനക്കാണ്. എല്ലാ സ്തുതിയുടെയും ഉടമ നീയാണ്. നിനക്ക് അനുഗ്രഹീതവും പരിശുദ്ധവുമായ എല്ലാ സ്തുതികളും ഏറെയേറെ നൽകുന്നു, ചെയ്യുന്നു. പടച്ചവനെ, ആരും നിന്റെ സ്തുതിയെ തൊട്ട് ഐശ്വര്യമുള്ളവരല്ല. എല്ലാവരും നിന്നെ സ്തുതിക്കേണ്ടവരാണ്. ഹംദൻ യഹ്താജു ഇലൈഹി കുല്ലു മുതകല്ലിമിൻ ലിബഖാഇ നിഅമതിഹി വമദീദി ഇസ്തിംറാരിഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹമില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. അവിടെ റബ്ബുന എന്ന പാരായണമുണ്ട്, കളയപ്പെട്ട മുബത്തദഇന്റെ ഖബറായിട്ട്. അതുപോലെ മദ്ഹ് എന്ന നിലക്ക് നസ്ബുണ്ട്. അഥവാ റബ്ബുനാന്നും റബ്ബനാന്നും വായിക്കാവുന്നു. حدثنا أبو بكر محمد بن أبان حدثنا وكيع بن هشام بن دريل بن ميسرة العقيلي عن عبد الله بن عبيد بن عمير عن أم كلثوم عن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم يأكل الطعام في ستة من أصحابه. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 സ്വഹാബികളോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫജാഅ അഅറാബി, അപ്പോൾ ഒരു ഗ്രാമീണനായ ആൾ വന്നു. ഫഅക്കലഹു ബിലുഖമതൈൻ ലഹു അലൈഹാ ഔ യശ്റബ ശർബതൻ ഫയഹ്മദുഹു അലൈഹാ. ഒരടിമ ഭക്ഷണം കഴിച്ച് ഹംദ് ചൊല്ലിയാൽ, പാനീയം കുടിച്ച് ഹംദ് ചൊല്ലിയാൽ അള്ളാഹുവിന് വളരെ തൃപ്തിയുള്ള കാര്യമാണ്. അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്, പൊരുത്താണ്. അവ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണപാനീയങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില വിശേഷങ്ങളുമാണ് ഇപ്പൊ നമ്മൾ പാരായണം ചെയ്തത്. ബാബു മാ ജാ ഫീ ഖദഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാനപാത്രത്തെ കുറിച്ചാണ്. حدثنا عمرو بن محمد حدثنا عيسى بن طهمان عن ثابت قال أخرج إلينا أنس بن مالك. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് എടുത്തു കാണിച്ചു തന്നു. ഖദഹ ഖശബിൻ ഗലീളൻ മുളബ്ബബൻ ബിഹദീദിൻ, ഒരത്ത മരത്തിന്റെ ഒരു പാത്രം. മുളബ്ബബൻ ബിഹദീദിൻ, ഇരുമ്പ് കൊണ്ട് അതിന്റെ പട്ട കെട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇരുമ്പിന്റെ പട്ട കൊണ്ട് വളഞ്ഞ ഒരു മരത്തിന്റെ പാത്രം. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ സാബിത്തു, ഓ സാബിത്തുൽ ബുനാനി, ആദാ ഖദഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാനപാത്രമാണ്. അപ്പൊ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പും പാനപാത്രവും തിരുകേശങ്ങളും എല്ലാം എടുത്ത് പരിപാലിച്ച് കൊണ്ടുനടന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഗ്രഹം സ്വീകരിക്കൽ, ബറക്കത്തെടുക്കൽ സ്വീകാര്യമായതുകൊണ്ടാണല്ലോ ചെയ്തത്. അത്യുക്തിയോടുകൂടി ഈ വിഷയങ്ങളെ കാണുന്ന ആളുകൾ മനസ്സിലാക്കണം. 10 കൊല്ലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിദ്മത്തെടുത്ത് അവിടുന്ന് തൗഹീദും ദീനും ഹദീസും എല്ലാം പഠിച്ച മഹാനായ സ്വഹാബി, എല്ലാ സ്വഹാബത്തിന്റെ അടുക്കലും സ്വീകാര്യനായ സ്വഹാബി, ലോകത്ത് വഫാത്തായതിൽ, ലോകത്തിനോട് വിട പറഞ്ഞതിൽ അവസാനം വഫാത്തായവരിൽ പ്രമുഖരായ സ്വഹാബി. മഹാനവറുകള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് മസ്അലകൾ മാത്രമല്ല സൂക്ഷിച്ചു വെച്ചത്, ബറക്കത്തിന് വേണ്ടി പലതും സൂക്ഷിച്ച് കരുതി പൊന്നുപോലെ കൊണ്ടു നടന്നു. അത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി, അതുകൊണ്ട് ബറക്കത്തെടുത്തു. വിശ്വാസികളായ നമുക്കിതിൽ എത്ര വലിയ പാഠമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അവർ ആറ്റുനോറ്റ് കൊണ്ടു നടന്നത് എന്ന് പഠിപ്പിക്കല്ലേ. മാഷാ അല്ലാഹ്.
അതും ബഹുമാനപ്പെട്ട ഒരു ബസറയിൽ പോയപ്പോ കരുതിക്കൊണ്ടുപോയി. അതുകൊണ്ടല്ലേ സാബിത്തുൽ ബുനാനി തങ്ങളും അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളും അതെല്ലാം കാണുന്ന ബസറയെന്നല്ലേ, ഇറാഖിൽ നിന്ന്. മാഷാ അല്ലാഹ്. حدثنا عبد الله بن عبد الرحمن حدثنا عمرو بن عاصم حدثنا حماد بن سلمة أخبرنا حميد وثابت عن أنس رضي الله عنه وعنهم لقد سقيت رسول الله صلى الله عليه وسلم بهذا القدح الشراب كله. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഈ പാത്രത്തിൽ നിന്ന് ഞാൻ മുത്തുനബി തങ്ങൾക്ക് എല്ലാ പാനീയവും കുടിപ്പിച്ചിട്ടുണ്ട്. അൽ മാഅ വന്നബീദ വൽ അസല വൽ ലബന, പാല് കൊടുത്തിട്ടുണ്ട് ഈ പാത്രത്തിൽ. ഈത്തപ്പഴത്തിന്റെ ചാറ് കൊടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ എടുത്തതിന്റെ ചാറ് ഞാൻ ഇതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. വല അസല, തേന് കൊടുത്തിട്ടുണ്ട്. വല്ലബന, പാല് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൊടുത്തിട്ടുണ്ട്. എല്ലാം ഈ പാത്രത്തിൽ ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പകർന്നു കൊടുക്കുമ്പോഴുള്ള ആ ഒരു റിയാലിറ്റി, ആ ഒരു യാഥാർത്ഥ്യം, ആ ഒരു പകർത്തൽ, മാഷാ അല്ലാഹ്. ബാബു മാ ജാഅ ഫീ സിഫത്തി ഫാക്കിഹത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് സ്വഹാബത്ത് നെഞ്ചിലേറ്റി, ജീവിതത്തിലേറ്റി, ആറ്റുനോറ്റ് കൊണ്ടു നടന്നു. അല്ലാഹു തആല അനസ് ബിൻ മാലിക് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബിൽ മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. ബാബു മാ ജാഅ ഫീ സിഫത്തി ഫാക്കിഹത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴിച്ചിരുന്ന പഴവർഗ്ഗങ്ങൾ. حدثنا إسماعيل بن موسى الفزاري حدثنا إبراهيم بن سعد عن نبيه عن عبد الله بن جعفر قال كان رسول الله صلى الله عليه وسلم يأكل القصاء بالرطب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പഴവും കക്കരിയും കൂടി ചേർത്ത് കഴിക്കുമായിരുന്നു, അല്ലെങ്കിൽ വെള്ളരിയും. ദഫ്അൻ ലിളററി കുല്ലി മിൻഹുമാ വഇസ്ലാഹൻ ലഹു ബിൽആഖർ. ഇത് രണ്ടും കൂടി കേടുമ്പോൾ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അത്വിബുൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ചികിത്സാ രീതികൾ വേറെ ഒരു വിജ്ഞാന ശാഖയാണ്. അതിൽ പ്രധാനമാണ് പരിഗണിച്ചിരുന്ന ഭക്ഷണവും ഭക്ഷണത്തിന്റെ കോമ്പിനേഷനും ഔഷധ ഭക്ഷണങ്ങളും എല്ലാം. ഇപ്പൊ ഇതൊന്നും തൊട്ടുപോകുന്നേ ഉള്ളൂ ഈ അധ്യായത്തിൽ. حدثنا عبدة بن عبد الله الخزاعي البصري حدثنا معاوية بن هشام بن سفيان عن هشام بن عروة عن نبيه عن عائشة رضي الله عنها أن النبي صلى الله عليه وسلم كان يأكل البطيخ بالرطب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വത്തക്കയും അഥവാ തണ്ണിമത്തനും കാരക്കയും ഒരുമിച്ച് കഴിച്ചിരുന്നു. അപ്പൊ ഈ കോമ്പിനേഷനുകളുടെ ഗുണം എന്താ? ഈത്തപ്പഴം ചൂടുള്ള ഉഷ്ണഭക്ഷണമാണ്. കക്കരിയും അതുപോലെ തന്നെ ബത്തക്കയും അതെല്ലാം ശീതമാണ്. ഇത് രണ്ടും കൂടി ഉള്ള കോമ്പിനേഷനാണ്. ഒന്നിന്റെ ചൂടും മറ്റൊന്നിന്റെ തണുപ്പും കൂടി കമ്പൈൻ ചെയ്ത് പോകാൻ. حدثنا إبراهيم بن يعقوب حدثنا وهب بن جرير أخبرنا أبي قال سمعت حميدا يقول أو قال حدثني حميد قال وهب എന്നവർ പറഞ്ഞു وكان صديقا له. ഹുമൈദ് എന്നവരുടെ കൂട്ടുകാരനാണ് വഹബ് എന്നവർ. അവര് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് നിന്ന് വേദനം ചെയ്തു. قال رأيت النبي صلى الله عليه وسلم يجمع بين الخربز والرطب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴവും വത്തക്കയും കൂടെ ചേർത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പേർഷ്യൻ ഭാഷയിൽ ബിത്തീഖിന് പറയുന്നതാണ് ഖിർബസ്. അപ്പൊ അത് രണ്ടും കൂടി യോജിപ്പിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. حدثنا محمد بن يحيى حدثنا محمد بن عبد العزيز الرملي حدثنا عبد الله بن يزيد بن الصلت عن محمد بن اسحاق عن يزيد بن رومان عن عروة عن عائشة رضي الله عنها أن النبي صلى الله عليه وسلم أكل البطيخ بالرطب. ഈത്തപ്പഴവും വത്തക്കയും അഥവാ തണ്ണിമത്തനും ഒരുമിച്ച് കഴിച്ചിട്ടുണ്ട്. ബസറ അറിയപ്പെട്ട മാർക്കറ്റില് അവിടുത്തെ തണ്ണിമത്തം വളരെ മഷൂറാണ്, വളരെ മധുരതരമാണ്.
അൽഹംദുലില്ലാ ഞങ്ങളൊരു സംഘം ആദ്യം അനസ് റളിയല്ലാഹു അൻഹു സിയാറത്ത് ചെയ്യാൻ പോയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ബസ്റ മാർക്കറ്റിൽ നിന്ന് വലിയ കമ്പോളത്തിൽ നിന്ന് വാങ്ങിയത് വത്തക്കയായിരുന്നു. حدثنا قتيبة بن سعيد بن مالك بن أنس وحدثنا إسحاق بن موسى حدثنا معين حدثنا مالك عن سهيل بن أبي صالح النبي هريرة رضي الله عنه وعنهم قال كان الناس إذا رأوا أول الثمر ആളുകൾ ആദ്യത്തെ ഫലം കൊയ്താൽ, ആദ്യത്തെ പഴം പറിച്ചാൽ ജാഊ ബിഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരും. ഫൈദാ അഖദഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സ്വീകരിച്ചാൽ അവിടുന്ന് പറയും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സിമാരിനാ, ഞങ്ങളുടെ ഫലങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ. വബാരിക് ലനാ ഫീ മദീനത്തിനാ, ഞങ്ങളുടെ മദീനത്ത് നീ ബർക്കത്ത് ചെയ്യണേ. വബാരിക് ലനാ ഫീ സാഇനാ, ഞങ്ങളുടെ ധാന്യങ്ങളിൽ അളവ് പാത്രങ്ങളിൽ എല്ലാം നീ ബർക്കത്ത് ചെയ്യണേ. വബാരിക് വഫീ മുദ്ദിന, ഞങ്ങളുടെ മുദ്ദിലും അവധാന്യങ്ങളിലും അളവ് പാത്രങ്ങളിലും ഭക്ഷണപാനീയങ്ങളിലും എല്ലാം ബർക്കത്ത് ചെയ്യണേ. അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹീമ അബ്ദുക വഖലീലുക, അല്ലാഹു ഇബ്രാഹിം നബി നിന്റെ അടിമയും നിന്റെ ഖലീലുമാണ്, നിന്റെ നബിയുമാണ്. വനബിയുക വഇന്നി അബ്ദുക വനബിയുക, ഞാനും നിന്റെ അടിമയും നിന്റെ നബിയുമാണ്. വഇന്നഹു ദഅക ലിമക്കത വഇന്നി അദഉക ലിൽ മദീന, ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കക്ക് വേണ്ടി ദുആയിരുന്നു, മക്കൽ മുക്കറമയ്ക്ക് വേണ്ടി. ഞാൻ മദീനത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ബിമിസ്ലി മാ ദഅക ബിഹി ലിമക്ക, മക്കയ്ക്ക് വേണ്ടി എന്തെല്ലാം അനുഗ്രഹങ്ങൾ മക്കത്ത് ലഭിക്കാനാണോ ദുആ ചെയ്തത് അതെല്ലാം മദീനത്തിനും ലഭിക്കാൻ ഞാൻ ദുആരക്കുന്നു. വമിസ്ലിഹി മഅഹു, അതോടൊപ്പം തന്നെ അതിന്റെ ഇരട്ടിയും. മക്കൽ മുക്കറമയ്ക്ക് നീ നൽകിയതുപോലുള്ളതും അതിന്റെ ഒരു മടങ്ങും അല്ലാഹുവേ നിന്നോട് ഞാൻ ദുആ ചെയ്യും. ഖാല സുമ്മ യദഉ അസ്ഗറ വലീദിൻ, പിന്നെ അവിടെ ഉള്ളവരിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയെ വിളിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഒരു ഫലം കൊണ്ടുവരുമ്പോഴാണല്ലോ ഈ ദുആ ഇതെല്ലാം. അപ്പൊ മദീനയാണ് അഫ്ളലുൽ ബിഖാഇ എന്നതിനൊരു തെളിവ് കൂടിയാണിത്. ഫയുഅതീഹി ദാലിക സമറ, ആ പഴം ആ കുട്ടിക്ക് കൊടുക്കും. അപ്പൊ കൊണ്ടുവന്ന ഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച് അതിനുവേണ്ടിയും നാടിനു വേണ്ടിയൊക്കെ ദുആ ചെയ്ത് കൂട്ടത്തിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിക്ക് അത് സമ്മാനിക്കും. കുട്ടികൾക്കത് കൗതുകാവും, അതുപോലെ തന്നെ സന്തോഷം. അതുപോലെ പുതിയൊരു പഴവും കുട്ടിയും തമ്മിലൊരു സാദൃശ്യമുണ്ട്, അതെല്ലാം അതൊരു സൂചനയാണ്. حدثنا محمد بن حميد الرازي أخبرنا إبراهيم بن مختار عن محمد بن إسحاق عن نبي عبيدة بن محمد بن عمار بن ياسر عن ربيع بن معوذ بن عفراء قالت بعثني معاذ بقناع من رطب. മുആദ് എന്നവർ എന്നെ അയച്ചു, ഒരു പാത്രത്തിൽ കാരക്കയും നൽകി. വഅലൈഹി അജ്രിൻ മിൻ ഖിസ്സാഇൻ സുഗ്ബിൻ, കുഞ്ഞു കുഞ്ഞ് അതാ ഇളം ഫലങ്ങളും അതിലുണ്ടായിരുന്നു. കാരക്ക, കക്കരിക്ക അടക്കമുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പഴങ്ങൾ, ഇളം പഴങ്ങൾ. വകാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുൽ ഖിസ്സാഅ, കക്കരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമായിരുന്നു. ഫഅതൈതുഹു ബിഹി, ഞാൻ ഇതും കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിലെത്തി. വഇൻദഹു ഹില്യത്തുൻ ഖദ് ഖദിമത് അലൈഹി മിനൽ ബഹ്റൈൻ, ബഹ്റൈനിൽ നിന്ന് കൊണ്ടുവന്ന ആഭരണങ്ങൾ ഉണ്ടായിരുന്നു അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിൽ. ഫമലഅ യദഹു മിൻഹ, അതിൽ നിന്ന് കൈ നിറയെ വാരി. ഫഅതാനി, എനിക്ക് തിരിച്ചു തരികയും ചെയ്തു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗിഫ്റ്റ് സ്വീകരിച്ചിട്ട് തിരിച്ചൊരു ഗിഫ്റ്റ് കൊടുത്തു. വലിയ ഗിഫ്റ്റാ കൊടുത്തു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗിഫ്റ്റ് സ്വീകരിച്ചാൽ പ്രതിസമ്മാനം കൊടുക്കും, തിരിച്ചു ഗിഫ്റ്റ് കൊടുക്കും. അത് അവിടുത്തെ വലിയൊരു സ്വഭാവമാണ്, സ്വഭാവ മഹിമയാണ്. حدثنا علي بن حجر أخبرنا شريك عن عبد الله بن محمد بن عقيل عن ربيع بن معوذ بن عفراء أتيت النبي صلى الله عليه وسلم بقناع من رطب وأجر زغب فأعطاني ملء كفه حليا أو قالت ذهبا. ഞാനൊരു വട്ടിയിൽ, ഒരു പാത്രത്തിൽ കാരക്കയും ഇളം കക്കരിക്കയും ഒക്കെയായിട്ട് ചെന്നപ്പോ എനിക്ക് കൈ നിറയെ ആഭരണങ്ങൾ നൽകി. ഇനി മഹദി പറഞ്ഞ നിവേദനത്തിൽ കൈ നിറയെ സ്വർണം എന്നാണോ പ്രയോഗം? അങ്ങനെയുമുണ്ട്, ദഹബൻ, സ്വർണം തന്നു.
ബാബു മാ ജാഅ ഫീ സിഫത്തി ശറാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാനീയത്തെ കുറിച്ച് പറയുകയാണ്. حدثنا ابن ابي عمر حدثنا سفيان بن معمر عن الزهري عن عروة عن عائشة رضي الله عنها قالت كان احب الشراب الى رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാന അഹബ്ബു ശറാബി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹുൽവ അൽ ബാരിദ, നല്ല മധുരമുള്ള തണുത്ത ശീതളപാനീയം, മധുരമുള്ള ശീതളപാനീയമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടം. حدثنا أحمد حدثنا إسماعيل بن إبراهيم أخبرنا علي بن زيد عن عمر هو بن أبي حرملة عن ابن عباس قال دخلت مع رسول الله صلى الله عليه وسلم أنا وخالد بن الوليد على ميمونة. ഞങ്ങള് മൈമൂന ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഞങ്ങൾ പോയി. ഞാനും ഖാലിദ് ബിൻ വലീദ്. ഫജാഅത്നാ ബിഇനാഇൻ മിൻ ലബൻ. അപ്പോൾ മൈമൂന ഉമ്മ റളിയല്ലാഹു അൻഹ ഒരു പാത്രത്തിൽ പാൽ കൊണ്ടു. ഫശരിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിച്ചു. ഞാനും കുടിച്ചു. അലാ യമീനിഹി, വലത് സൈഡിൽ നിന്ന് ഞാനും. വഖാലിദ് ബിൻ ശിമാലിഹി. ഫശരിബ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു. വഅന അലാ യമീനിഹി വഖാലിദ് ബിൻ ശിമാലിഹി. ഞാൻ വലത് സൈഡിലുണ്ട്, ഖാലിദ് എന്നവരുടെ ഇടത് സൈഡിലുണ്ട്. ഫഖാലലി, അപ്പൊ എന്നോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനാണല്ലോ വലത്തുള്ളത്, വലതു ഭാഗത്തുള്ളത്. അശ്ശർബത്തു ലക, ഇനി കുടിക്കാനുള്ള അവകാശി നിങ്ങളാണ്. ഫൈൻ ശിഅ്ത ആർത ബിഹാ അലാ ആസർത ബിഹാ ഖാലിദൻ, നിങ്ങൾ ഔദാര്യം ചെയ്താൽ ആദ്യം ഖാലിദിന് കൊടുക്കാം. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, കാരണം വലത്തിന് മുഖ്യനാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ വലത്തുള്ള എനിക്കാണ് ആദ്യം തരേണ്ടത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ ഇബ്നു അബ്ബാസേ, മോനെ നിങ്ങൾ സമ്മതിച്ചാൽ ഞാനിത് ഖാലിദിന് കൊടുക്കാം. മാ കുന്തു ലിഊസിറ സൂറക അഹദൻ, ഓ തങ്ങൾ കുടിച്ചതിന്റെ ബാക്കിന്ന് ഉള്ള അവകാശം ഒരാൾക്കും ഞാൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യം എനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞു. തങ്ങളും അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചതിന്റെ ബാക്കിയാണല്ലോ, അപ്പൊ അതുകൊണ്ട് അതെനിക്ക് തന്നെ വേണം. സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അത്അമഹുല്ലാഹു തആമൻ, ആരെങ്കിലും ഭക്ഷണം നിങ്ങൾക്ക് ഭക്ഷിപ്പിച്ചാൽ ഫല്യഖുൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി, ഞങ്ങൾക്ക് ഇതിൽ ബർക്കത്ത് ചെയ്യണേ എന്ന് ദുആ. വഅത്ഇംനാ ഖൈറൻ മിൻഹു, അതിനേക്കാൾ ഖൈറായത് ഞങ്ങൾക്ക് ഭക്ഷിപ്പിക്കണമെന്ന് ദുആ. വമൻ സഖാഹുല്ലാഹു ലബനൻ, ആർക്കെങ്കിലും ഒരാൾക്ക് അല്ലാഹു തആല പാല് കുടിപ്പിച്ചാൽ ഫല്യഖുൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി, അല്ലാഹു ഇതിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ, വസിദ്നാ മിൻഹു, ഇതിന് നീ അധികരിപ്പിച്ചു തരണമേ എന്ന് ദുആ. മറ്റു ഭക്ഷണങ്ങളെക്കാൾ വലിയ ബർക്കത്തുള്ള ഭക്ഷണമാണ് പാല്. കാരണം അത്ഇംനാ ഖൈറൻ മിൻഹു എന്നവിടെ പറഞ്ഞില്ല, പാൽ ഏറ്റവും ഖൈറായ ഭക്ഷണമാണ്. അതുകൊണ്ടാണ് വസിദ്നാ മിൻഹു എന്ന് പറഞ്ഞത്, ഇത് ഞങ്ങൾക്ക് അധികരിപ്പിച്ചു തരണേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാന അത്അമി വശറാബി ഗൈറൽ ലബൻ, ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും സ്ഥാനത്ത് നിൽക്കുന്നത് പാലല്ലാതെ മറ്റൊന്നുമില്ല. قال أبو عيسى الترمذي رضي الله عنه പറഞ്ഞു هكذا روى سفيان بن عيينة هذا الحديث عن معمر عن الزهري عن عروة عن عائشة رضي الله عنها. മറ്റൊരു പരമ്പരയിൽ നിവേദനം ചെയ്തിട്ടുണ്ട്. رواه عبد الله بن مبارك وعبد الرزاق وغير واحد عن معمر عن الزهري عن النبي صلى الله عليه وسلم مرسلا. മുർസലായിട്ട് റിവായത്ത് സ്വഹാബിയെ റിവായത്തിന്റെ പരമ്പരയിൽ നിന്ന് ഒഴിവാക്കി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ولم يذكروا فيه أن عروة عن عائشة وهكذا روى يونس وغير واحد من الزهري عن النبي صلى الله عليه وسلم مرسلا. قال أبو عيسى وإنما أسنده بن عيينة من بين الناس وميمونة بنت حارث زوج النبي صلى الله عليه وسلم هي خالة خالد بن وليد وخالة ابن عباس وخالة يزيد بن الأصم
واختلف الناس في رواية هذا الحديث عن علي بن زيد بن جدعان فرأى بعضهم عن علي بن زيد عن عمر بن أبي حرملة وروى شعبة عن علي بن زيد فقال عن عمرو بن حرملة والصحيح عن عمر بن أبي حرملة. നിവേദന പരമ്പരകൾ വിശദീകരിച്ചതാണ്. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നമ്മുടെ അശ്ശമാഇൽ മുഹമ്മദിയയുടെ ഏകദേശം പകുതി ഭാഗം ഇന്നത്തോടുകൂടി പൂർത്തിയാവുകയാണ്. ബാക്കിയുള്ള അടുത്ത പകുതിയും കൂടി അഥവാ ഇത്രയും കൂടി നമുക്ക് ഓതാനുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഈ പാരായണം കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് വെക്കാൻ ഇതെല്ലാം ഒരു കാരണമാകട്ടെ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമായിരുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമായിട്ടിരുന്നിട്ട് അവിടുന്ന് വഫാത്തായ ശേഷം നിങ്ങളുടെ മുഖത്ത് വലിയ വിഷമമൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഞാൻ എല്ലാ രാത്രിയിലും എൻ്റെ ഹബീബായ തങ്ങളെ കാണാറുണ്ട്. അതുകൊണ്ട് എനിക്ക് തങ്ങൾ എന്നിൽ നിന്ന് വിട്ടുപോയ ഒരു ഫീലിംഗ് എനിക്കില്ല. എപ്പോഴും ഞാൻ അവിടുത്തെ കൂടെയുണ്ട്. അല്ലാഹുവേ, അതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും അവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാനും അവിടുത്തെ അംഗ സൗന്ദര്യങ്ങൾ കണ്ട് അവിടുത്തെ ആത്മീയ സൗന്ദര്യം അനുഭവിച്ച് അവിടുത്തെ ലാവണ്യം മനസ്സിൽ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾക്കത് ഓർത്തിരിക്കാനും സന്തോഷിക്കാനും പങ്കുവെക്കാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാം ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. മഹബ്ബത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഈ ക്ലാസ്സിൽ കൂടുന്ന ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ PM-ലും അല്ലാതെയും ഒരുപാട് ആളുകൾ പ്രത്യേകം മുറാദുകൾ വെച്ചുകൊണ്ട് ദുആർക്കാൻ പറഞ്ഞവരുണ്ട്. അതുപോലെ പുതിയ ഇപ്പോഴത്തെ COVID-19 ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരും അതുപോലെ തന്നെ നിരീക്ഷണത്തിൽ കഴിയുന്നവരും ഒക്കെ ദുആർക്കാൻ പറഞ്ഞവരുണ്ട്. ഞങ്ങളുടെ ഈ ക്ലാസ് ആരംഭിച്ച് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ആത്മസുഹൃത്തുക്കളുടെ ബന്ധുക്കളുണ്ട്, കുടുംബക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സഹോദരൻ വർക്കലയുള്ള നസീർ എന്ന സഹോദരന്റെ ഭാര്യയുണ്ട്. അതുപോലെ പലരുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. ഷാർജയിലുള്ള ഞങ്ങളുടെ സ്ഥാപനത്തിലൊരു സഹായിയുടെ ജ്യേഷ്ഠ സഹോദരൻ നിരീക്ഷണത്തിൽ കഴിയുന്നതിനിടയിൽ അറ്റാക്കായി മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളോട് ബന്ധപ്പെട്ട പലരുണ്ട്. അല്ലാഹ്, അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും ഞങ്ങൾക്കും ഹദീസിന്റെ ഖിദ്മത്തിൽ ഒരല്പസമയം ചെലവഴിച്ചതിന്റെ കൂലി നൽകി നാളെ നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് ഹിസാബില്ലാതെ ഒരുപറ്റം മുഹദ്ദിസുകൾ പോകുമ്പോൾ അവരുടെ ഖാദിമീങ്ങളായിട്ടെങ്കിലും അവരുടെ പിന്നണിയിലെങ്കിലും ഞങ്ങൾക്കും ഒന്ന് ചേരാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ക്ലാസ് ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുന്ന ഞങ്ങളുടെ സംഘാടകർ ഫേസ്ബുക്ക് ലൈവിലും യൂട്യൂബ് ലൈവിലും ഞങ്ങളുടെ പ്രസംഗത്തിന്റെ ആപ്ലിക്കേഷനിലും അതെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കിയതൊന്നുമല്ല. നിന്റെ ദീനിനെ ഇഷ്ടം വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്ത് ഇശാഅത്ത് ചെയ്യാൻ ഓരോ സ്നേഹികൾ ഉണ്ടാക്കുകയും പരിപാലിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്നതാണ് ഈ സാങ്കേതിക സംവിധാനങ്ങളെല്ലാം. ഞങ്ങളുടെ പേരിലാണെങ്കിലും അതെല്ലാം ഏതോ മുഹിബ്ബീങ്ങൾ അവരുടെ അറിവും പരിചയവും വെച്ച് രൂപപ്പെടുത്തി ദീനീ ഖിദ്മത്തിന് ഉപയോഗപ്പെടുത്തുന്നതാണ്. അല്ലാഹുവേ, നീ എല്ലാം കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. ഇതെല്ലാം ഖൈറാത്തുകളുടെ കൂട്ടത്തിൽ എണ്ണിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ. വിദേശ രാജ്യങ്ങളിലെല്ലാം ഞങ്ങളുടെ സുഹൃത്തുക്കൾ പലവിധ വിഷമങ്ങളിൽ പ്രയാസങ്ങളിലുണ്ട്. എല്ലാം സലാമത്താക്കണം റഹ്മാനെ. മക്കളെ സ്വാലിഹീങ്ങൾ, ആലിമീങ്ങൾ, ഹാഫിളീങ്ങൾ, മുത്തഖീങ്ങൾ രണ്ട് ലോകത്തും ഖുർറത്തു ഐനാക്കണം റഹ്മാനെ. ഭാര്യ ഭർത്താക്കളെ സ്വാലിഹീങ്ങൾ, സ്വാലിഹാത്തുകളാക്കണം റഹ്മാനെ. റബ്ബേ, സന്താനങ്ങളില്ലാത്ത ഞങ്ങളുടെ സംഘാടകരിലടക്കമുള്ള ആളുകളുണ്ട്. ഞങ്ങളുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കൊണ്ടവർക്ക് ഖുർറത്തു ഐനാക്കണം റഹ്മാനെ. ഔദാര്യം ചെയ്യണം റഹ്മാനെ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.